السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ, സമാദരണീയരായ വേദിയിലിരിക്കുന്ന ഉസ്താദുമാർ, ഉസ്താദവറുകൾ, ഉമറാക്കൾ, കാരണവന്മാരെ, മഹലിൻ്റെയും നാടിൻ്റെയും നേതൃത്വം വഹിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, യുവ സുഹൃത്തുക്കൾ, സദസ്സിലിരിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ന്യൂ എവർഗ്രീൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഒരു മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ 14 ആണ്ട് പൂർത്തിയാകുന്ന ഒരു വേളയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ അഭിമാനവും നമുക്ക് മറ്റ് നമ്മെ അറിയാത്തവരോട്, നമ്മുടെ നാടിനെക്കുറിച്ച് അറിയാത്തവരോട്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചറിയാത്തവരോടൊക്കെ വലിയ അഭിമാനത്തോടു കൂടെ പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന പേരാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ മഹാനായ വ്യക്തിയുടെ നേതൃത്വത്തിന് കീഴിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്ത മഹത്തായ നിഅമത്തുകളിൽപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. വഫാത്തിന് ശേഷവും ഇന്ന് മൂത്താപ്പയുടെ ആണ്ടായിരുന്നു. വഫാത്തിന് ശേഷവും നാടിൻ്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തിയിരിക്കുന്നത്, മൂത്താപ്പയെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഉയർത്തിയിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് നന്മയേകുന്ന പ്രവർത്തനങ്ങൾ എന്താണോ തങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് അത് ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ജാതി മത വർണ്ണഭേദമന്യേ എല്ലാവരിലേക്കും എത്തിക്കുന്ന സാമൂഹിക സേവനം നമുക്ക് മുന്നിൽ ഇന്ന് യാഥാർത്ഥ്യമാണ്. നമുക്കത് ജീവിത വിശുദ്ധി എന്നുള്ളതിൽ നിന്ന് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്ന് ലഭിക്കുന്ന നിഅമത്തുകൾ എത്ര വലുതാണെന്നുള്ള ഒരു വലിയ തെളിവാണത്. ഇവിടെ ദീർഘിപ്പിച്ച് സംസാരിക്കേണ്ട സമയമല്ല. എന്നാൽ ഇവിടെ നേരത്തെ അറിയാൻ കഴിഞ്ഞു, ഈ ഒരു സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത് യുവാക്കളാണ്. ഓരോ നാടിനും, ഓരോ രാജ്യത്തിനും, ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന്റെ കരുത്താവുന്നത് അവിടുത്തെ യുവാക്കളാണ്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, തെറ്റുകൾ തിരുത്തേണ്ടത്, ആ ഗ്രാമത്തെ, ആ പ്രദേശത്തെ, ആ സംസ്ഥാനത്തെ, ആ രാജ്യത്തെ വികസനത്തിലേക്കും ഉന്നതിയിലേക്കും എത്തിക്കേണ്ടത് അവിടുത്തെ യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. യുവാക്കൾ നന്നായാൽ, വിദ്യാർത്ഥികൾ നന്നായാൽ, വിദ്യാർത്ഥിനികൾ, യുവതികളും യുവാക്കളും കാര്യക്ഷമമായ ക്രിയാത്മകമായ രീതിയിൽ ജീവിതത്തെ കാണുകയും അവരുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പല നാടുകളും ഇതുപോലത്തെ വളരെ ഭംഗിയുള്ള ഒരു പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഭംഗിയുള്ള പൂവിനെ പോലത്തെ ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ നമ്മുടെ നാട്ടിൽ വിടർന്ന് എല്ലാവർക്കും അഭിമാനകരമാകുന്ന രീതിയിൽ ഉദിച്ചു നിൽക്കും. എന്നാൽ അതേ യുവാക്കൾ തന്നെ, അതേ വിദ്യാർത്ഥിനികൾ തന്നെ ആ നാടിനെ അധപ്പതനത്തിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചാൽ അതും നടക്കും. നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് യുവാക്കളുടെ, യുവതികളുടെ, വിദ്യാർത്ഥിനികളുടെ ഊർജവും അവരുടെ നല്ല ചിന്തകളുമാണ്. മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരെ കുറിച്ച്, നമ്മൾ മൂത്താപ്പയെ കുറിച്ച്, തങ്ങളെക്കുറിച്ച് നിരവധി സംസാരിക്കുന്ന ആളുകളാണ്. നിരവധി ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനും വ്യക്തമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പറയാതെ പറഞ്ഞ ഒരു മഹൽ വ്യക്തിത്വം. നമുക്കറിയാം, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയ പ്രാസംഗികനല്ലായിരുന്നു. എന്നാൽ ജീവിതം കൊണ്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഓരോ പ്രായത്തും കാണിച്ചു തന്നു എന്നുള്ളത് നമുക്ക് ആ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഇവിടെയുള്ളത് യുവാക്കൾ നിരവധി ആളുകളുണ്ട്, വിദ്യാർത്ഥികൾ നിരവധി ആളുകളുണ്ട്. നമ്മൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. ചെറുപ്പത്തിലൊക്കെ നമ്മളോട് പറഞ്ഞു തരും, മൂത്താപ്പ ഈജിപ്തിലായിരുന്നു പഠിച്ചത് എന്നൊക്കെ. നമ്മളും അതുപോലെ കേൾക്കും, ഈജിപ്തിലായിരുന്നു പഠിച്ചത്, അതിലിപ്പോൾ എന്താ വലിയ സംഭവം ചെറുപ്പത്തിൽ. കാരണം ഈജിപ്ത് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് കാണാം, ഇന്നും കുറെ ആളുകൾ ഈജിപ്തിൽ പോകുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല പോകാൻ. എന്നാൽ
നമ്മൾ ആലോചിക്കണം, 1960-കളിൽ നമ്മുടെ നാട്ടിൽ പോലും വലിയ യൂണിവേഴ്സിറ്റികളും വലിയ കലാലയങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ജനങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത കാലഘട്ടത്തിൽ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് രാജ്യവും കടന്ന്, രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് യൂണിവേഴ്സിറ്റിന്റെ അധികൃതർക്ക് കത്തെഴുതിക്കൊണ്ട്, കോഴിക്കോട്ടേക്ക് അവർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട്, തങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന്, വിജ്ഞാനം തേടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയൊരു അധ്യാപനമുണ്ട്. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, നിങ്ങൾ ചൈനയിൽ പോയിട്ടായാലും അറിവിനെ തേടണമെന്ന്. അത് വാക്കാൽ, അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അധികൃതർക്ക് കത്തെഴുതുകയും അങ്ങനെ ഈജിപ്തില്, മിസ്റില്, കൈറോ യൂണിവേഴ്സിറ്റിയിലും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് മതപരമായ പഠനം മാത്രമല്ല, ഭൗതികമായ പഠനവും ബിരുദാനന്തര ബിരുദവും എടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ മാതൃക തങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. മുൻപിൽ ഇതുപോലത്തെ അവസരങ്ങളില്ല. ഇന്ന് നമുക്ക് സ്റ്റഡി അബ്രോഡ് പ്ലാറ്റ്ഫോംസ് കുറേയുണ്ട്. നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നമുക്ക് നിരവധി അവസരങ്ങൾ തേടി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്നാൽ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതൊന്നുമില്ലാത്ത കാലഘട്ടത്തില് മിസ്റിലേക്ക് പോയിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുകയാണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വിദ്യാർത്ഥിയെ പോലെയല്ല. ഒരു വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അന്ന് നമുക്കറിയാം, 1960-കൾ ലോകത്ത് തന്നെ വലിയ ചരിത്ര സംഭവങ്ങൾ, വികസനങ്ങൾ, രാഷ്ട്രീയ വികസനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ രണ്ട് വലിയ സൂപ്പർ പവറാണ്, വലിയ ശക്തികളാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ. അമേരിക്ക എന്ന ഒരു മുതലാളിത്ത വ്യവസ്ഥയും കമ്മ്യൂണിസ്റ്റ് ആശയം ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന USSR എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ. അവർ തമ്മിൽ വലിയ പോര് നടക്കുകയാണ്. കോൾഡ് വാർ, ശീതയുദ്ധം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഈജിപ്ത് സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഡെലിഗേഷനിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മഹാനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കുന്ന ഡെലിഗേഷനിലുള്ള അംഗമായിരുന്നു. അത്ര എളുപ്പമൊന്നായിരുന്നില്ല. കാരണം അന്ന് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റും അതുപോലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ, അതുപോലെ ജവഹർലാൽ നെഹ്റു, ഇവർ മൂന്ന് പേരും ലോകരാഷ്ട്രീയത്തിൽ തന്നെ എല്ലാവർക്കും വേണ്ടപ്പെടുന്ന, എല്ലാവരും ശ്രദ്ധിക്കുന്ന, എല്ലാവരും കേൾവി കൊള്ളുന്ന വലിയ നേതാക്കളാണ്. അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഈജിപ്തിൽ തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ നേതാവായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, വിദ്യാഭ്യാസത്തിന്റെ സമയത്ത്, വിദ്യാഭ്യസിക്കുന്ന സമയത്ത്, അത് തേടി കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒന്നിലും ഒരിക്കലും പിന്നോട്ട് നിൽക്കാതെ, അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, നമ്മൾ അവസരങ്ങളെ തേടി പോയാൽ നിരവധി വാതിലുകൾ നമുക്കായി തുറക്കപ്പെടുമെന്നുള്ള ഒരു മഹത്തായ ആശയം ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. അങ്ങനെ വലിയ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിക്കൊണ്ട് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നാട്ടിലെത്തുകയാണ്. വലിയ വലിയ ജോലി സാധ്യതകൾ, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആവാനും അവസരമുണ്ടായിട്ടുണ്ട്, എംബസികളിലെ അംബാസിഡർ ആവാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ അതിനൊന്നും പോയിട്ടില്ല. ഇതൊന്നും നമ്മൾ പുറത്ത് നിരവധി കേൾക്കുന്ന കാര്യങ്ങളല്ല. തങ്ങൾ അതിനൊന്നും മുന്നിൽ നിന്നില്ല. കാരണം എന്താ? തങ്ങളുടെ ബാപ്പ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പ PMSA പൂക്കോയ തങ്ങൾ, നമ്മുടെയൊക്കെ വല്യുപ്പാപ്പ പറയുകയാണ്, ശിഹാബ് ഇവിടെ നിന്നോളൂ, എവിടെയും പോകണ്ട. വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ തങ്ങളുടെ ബാപ്പ PMSA പൂക്കോയ തങ്ങൾ തീരുമാനമെടുക്കുകയാണ്. എല്ലാ രീതിയിലുള്ള യോഗ്യതകളും ഉണ്ടായിട്ട് ഒരു മനുഷ്യന് അവരുടെ ജോലിയിലെ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഉയരങ്ങളിലും എത്താവുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ടായിട്ട് സ്വന്തം ബാപ്പ പറയുകയാണ്, ഒന്നും ചെയ്യേണ്ട, ഇവിടെ വീട്ടിലിരുന്നാൽ മതിയെന്ന്. 4-5 വർഷം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വല്യപ്പാപ്പനെ കാണാൻ വരുന്ന ആളുകൾക്ക് ചായ കൊടുക്കണം, സൽക്കരിക്കണം, ചില കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യണം, ചില കാര്യങ്ങളിൽ വല്യപ്പാപ്പക്ക് ഒരു പിന്തുണ പോലെ, വല്യപ്പാപ്പയുടെ ഒരു ശിഷ്യനെ പോലെ, ആവശ്യ കാര്യങ്ങളിൽ ഒരു സഹായകനെ പോലെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഒരു പരാതിയും ആരോടും പറഞ്ഞില്ല. എന്നാൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. മാതാപിതാക്കളോടുള്ള ബഹുമാനം. ജീവിതത്തിൽ എത്രയും ഉയരങ്ങളിൽ എത്തിക്കോട്ടെ,
സ്വന്തം മാതാവ് സ്വന്തം പിതാവ് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു അധ്യാപനവും അതിനപ്പുറത്തേക്ക് ഒരു ഉയർച്ചയുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറയും ബാപ്പ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളുകളോട് പറയും ബാപ്പ ഞാൻ കുറെ പഠിച്ചിട്ട് ബാപ്പനോടൊന്ന് പറയും, ഞാൻ ഇവിടെ വീട്ടിലിരിക്കാനുള്ള ആളാണോ? പക്ഷേ അദ്ദേഹം അതനുസരിക്കുകയും ശേഷം നമുക്കറിയാം കേരള ചരിത്രം കണ്ടതിൽ തന്നെ ഒരു വലിയ മഹാമനീഷി പിറക്കുകയുണ്ടായി. തന്റെ നിലപാടുകൾ കൊണ്ട്, ജീവിതം കൊണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബാബരി മസ്ജിദിന്റെ ആകട്ടെ, പള്ളിയിലെ തേങ്ങ വീകുന്ന ആ വീടിലേക്ക് തേങ്ങ വീണ് ഓടുപൊട്ടുന്ന ചരിത്രമൊക്കെ നമ്മൾ കുറേ കേട്ടതാണ്. കേട്ടാലും നമുക്ക് മടുപ്പ് വരാത്ത പാഠങ്ങളാണ്, അധ്യാപനങ്ങളാണ്. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു, ഖുലഫാഉർ റാഷിദീങ്ങളെ നാലാമൻ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത പങ്കാളി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന മദീനത്തുൽ ഇൽമി അലി ബാബുഹു, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹു അതിന്റെ വാതിലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ സമയത്ത് ഈജിപ്തിലുള്ള ഗവർണർക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് കത്തെഴുതുകയാണ്. ആ കത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർ രണ്ട് തരമാണുള്ളത്. ഒന്നെങ്കിൽ നിന്റെ വിശ്വാസത്തിൽ നിന്റെ സഹോദരനായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യത്വത്തിൽ നിന്റെ തുല്യനായ, മനുഷ്യത്വത്തിൽ നിന്റെ സമനായ, നിന്റെ തുല്യനായ ഒരു സഹോദരനായിരിക്കുമെന്ന്. അതിനപ്പുറത്തേക്ക് വേറെ രീതിയിൽ മനുഷ്യരെ കാണാൻ പാടില്ല, വേർതിരിക്കാൻ പാടില്ല എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ പോലും ചർച്ച ചെയ്യുന്ന ചർച്ചകളാണ് ഇതൊക്കെ. നമുക്ക് ആദർശം കാണിച്ചു തന്ന, നമുക്ക് നിലപാട് കാണിച്ചു തന്ന, നമുക്ക് ജീവിത രീതി കാണിച്ചു തന്ന മഹത്തുക്കളാണ് ഇവരൊക്കെ. ആ കാര്യങ്ങൾ, ആ പാഠങ്ങൾ ഭരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾ, ജനങ്ങളോട് ഇടപെടുന്ന ആളുകൾ ജനങ്ങളെ എങ്ങനെ കാണണമെന്ന് കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചു തന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുലഫാഉർ റാഷിദീങ്ങളും. അതിന്റെ ഭാഗമായിട്ടാണ് അലി റളിയല്ലാഹു തആല അൻഹുക്ക് ഇത്തരം പാഠങ്ങൾ, ഇത്തരം അധ്യാപനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത്, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതേ മാർഗം കാണിച്ചു തന്നു. നമ്മുടെ സമൂഹത്തിലും ആ ഒരു ഐക്യം തകരാതെ, ജാതി മത വർണ്ണ ഭേദമന്യേ അതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ ആളുകളെ വേറിട്ട് കാണാതെ, മനുഷ്യത്വത്തിന്റെ പേരിൽ എല്ലാവരെയും ഒരുമിച്ചിരുന്നു കൊണ്ട്, ഒരുമിച്ച് കണ്ടുകൊണ്ട്, ഒരുപോലെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സർവീസുകൾ, ചാരിറ്റി സൊസൈറ്റിയുടെ സർവീസുകൾ, നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിവിടെ ഈ ഒരു ചാരിറ്റി സൊസൈറ്റിയുടെ, ന്യൂ എവർഗ്രീൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ നടക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.